الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാൻ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസ കാര്യമാണ് അമ്പിയാക്കളെ കൊണ്ടുള്ള വിശ്വാസം. അമ്പിയാക്കളിൽ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്വം അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നതാണ്. അതിനാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ആളുകളെ അള്ളാഹിനെക്കൊള്ള വിളിക്കുക. എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം ക്ഷണിക്കലാണല്ലോ. അപ്പൊ അമ്പിയാക്കളുടെ ഉത്തരവാദിത്തം, ഡ്യൂട്ടി അള്ളാഹുവിലേക്ക് ആളുകളെ ക്ഷണിക്കലാണ്. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ ചരിത്രത്തിന്റെ കേന്ദ്ര വിഷയമാണ് അല്ലാഹു തആല പരാമർശിക്കാറുള്ളത്. അവരുടെ ദഅവത്ത് എങ്ങനെയായിരുന്നു, അവരുടെ പ്രബോധന പരിപാടിയിൽ എന്തൊക്കെയാണ് അവർ പറഞ്ഞത്, പ്രബോധിത സമൂഹം എങ്ങനെയാണ് അവരുടെ ദഅവത്തിനെ വിലയിരുത്തിയത്, ഇതൊക്കെയാണ് അല്ലാഹു തആല അത് സംബന്ധമായ ചരിത്രം പറയുമ്പോൾ ഖുർആനിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നത്. മൂസാ നബി അലൈഹിസ്സലാമിന് കിട്ടിയ പ്രബോധിത സമൂഹം, ആ സമൂഹത്തിന്റെ നേതാവ് ഫിർഔൻ മറ്റ് നബിമാർക്ക് കിട്ടിയവനെ പോലെയല്ല, ഒരു പ്രത്യേക സാധനാണ്. കാരണം ആരാധകരെ ആയിരുന്നു മറ്റ് നബിമാരൊക്കെ പ്രബോധനം ചെയ്തത്. മൂസാ നബിക്ക് കിട്ടിയത് ആരാധ്യനെയാണ്. ഞാൻ ആരാധ്യനാണ് എന്ന് പറയുന്നവനെയാണ് മൂസാ നബി അലൈഹിസ്സലാമിന് കിട്ടിയത്. മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ ഒരു ആരാധ്യനുള്ളതായിട്ട് എനിക്കറിയില്ല, ഞാനാണ് ആരാധ്യൻ എന്ന് പറഞ്ഞ ഫിർഔൻ. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് നിങ്ങളുടെ ഏറ്റവും വലിയ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച വ്യക്തി. ആ വ്യക്തിയോടാണ് പറയുന്നത്, നീയല്ല റബ്ബ്, നീയല്ല ആരാധ്യൻ, നിനക്കൊരാരാധ്യൻ വേറെയുണ്ട്, അവനെ ആരാധിക്കണം. വലിയ ഉത്തരവാദിത്തമാണ്. ഏത് തെറ്റും ശരിയാണ് എന്ന് അവതരിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഫിർഔൻ. ഏറ്റവും വലിയ തെറ്റാണല്ലോ അള്ളാഹു അല്ലാതെ ഞാനാണ് ആരാധ്യൻ എന്ന് പറയൽ, ഞാനാണ് റബ്ബ്, സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നവൻ ഞാനാണ് എന്ന് പറയൽ. ആ വലിയ തെറ്റ് ജനങ്ങളുടെ ഇടയിൽ സമർത്ഥിച്ചിട്ട് അത് ശരിയാണ് എന്ന് വിശ്വസിപ്പിക്കാൻ മാത്രം
അതല്ലെങ്കിൽ അത് അനുകൂലിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഭരിക്കാൻ മാത്രം കഴിവാർജിച്ചവനായിരുന്നു ഫിർഔൻ എന്ന് പറയുമ്പോൾ അവന്റെ ആ സമർത്ഥനത്തിന്റെ കഴിവ് എത്രയാണ് എന്ന് നാം മനസ്സിലാക്കണം. ആ ഫിർഔനിനെ ഉൾക്കൊള്ളാൻ മൂസ അലൈഹിസ്സലാമിന് കഴിയണം. ഒരു പ്രബോധിതനായി ഉൾക്കൊള്ളാൻ കഴിയണം. അതിനു മാത്രം തൻ്റെ മനസ്സ് വിശാലമാകണം. അതുകൊണ്ടാണ് മൂസ അലൈഹിസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത്, റബ്ബി ശ്റഹ് ലി സദ്രി, എൻ്റെ മനസ്സൊന്ന് വിശാലാക്കി തരണേ. ആരുടെ അടുത്തേക്കാണ് ഈ പോകുന്നത്? അവൻ എന്തൊക്കെയാ പറയുക? അവനെ കേൾക്കാൻ കഴിയണം. അവൻ പറയുന്നത് കേൾക്കുമ്പോൾ ക്ഷമിക്കാൻ കഴിയണം. ഒരു വല്ലാത്ത ഉത്തരവാദിത്വം തന്നെ. വയസ്സിർ ലി അംരി, ഈ ഭാരമായ ഉത്തരവാദിത്വം എനിക്കൊന്ന് എളുപ്പാക്കി തരണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുകയാണ് മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട്. എങ്ങനെ സംസാരിക്കും അവൻ്റെ അടുത്ത് പോയിട്ട്? എവിടെ നിന്ന് തുടങ്ങണം? എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാവാൻ പോവുക? ഇതിന് സാധാരണ ഒരു മനുഷ്യന്റെ സംസാരം പോരാ. ഏത് മനുഷ്യൻ സംസാരിച്ചാലും ഫിർഔനിന്റെ മേലെ പോകാൻ കഴിയില്ല. അത്രയും വാചാലതയും ഹിക്മത്തും ഒക്കെ ഉള്ള ആളാണ് ഫിർഔൻ. അതുകൊണ്ട് അവനെ ഏറ്റുമുട്ടാൻ ഒരു ഇലാഹിയായ ഹിക്മത്ത് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മൂസ അലൈഹിസ്സലാം പറഞ്ഞു, വഹ്ലുൽ ഉഖ്ദത്തൻ മിൻ ലിസാനി, എന്റെ നാവിന് ഒരു കട്ടിക്കൊടുക്കും ഉണ്ടാകാൻ പാടില്ല. അതെല്ലാം നീ തീർത്തു തരണം. ആശയത്തിന് കട്ടിക്കൊടുക്കുണ്ടാകാൻ പാടില്ല. ഉദ്ദേശിക്കുന്ന കാര്യം പറയാൻ വാക്കുകൾക്ക് പഞ്ഞമുണ്ടാകരുത്. ഒരു കെട്ടിക്കൊടുക്കും ഉണ്ടാകരുത്. അവതരണ ശൈലി മോശമാകരുത്. സഭാകമ്പമുണ്ടാകരുത്. അതുപോലെ തന്നെ അവിടെ പോയി പേടിക്കരുത്. ഒരു നിലക്കുള്ള ഒരു കെട്ടിക്കൊടുക്കും ഒരു പ്രയാസവും എനിക്കുണ്ടാകാൻ പാടില്ല എന്ന അർത്ഥത്തിൽ മൂസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് പറയുകയാണ്. ഹാറൂൻ വേണം എൻ്റെ കൂടെ നിന്ന് സംസാരിക്കാൻ, ഞാൻ പറയുന്നത് ശരിവെക്കാൻ എനിക്കൊരാൾ കൂടി വേണമെന്ന് അള്ളാഹുവിനോട് പറയുന്ന സംഭവം. അള്ളാഹു തആല മൂസ അലൈഹിസ്സലാമും ഫറോവയും തമ്മിൽ നടത്തിയ സംഭാഷണം ഒരുപാട് സൂറകളിൽ പറഞ്ഞിട്ടുണ്ട്. സൂറ അറാഫിൽ കാണാം, സൂറ ത്വാഹയിലും ഖസസിലും ശുഅറായിലുമെല്ലാം വ്യത്യസ്ത രീതിയിൽ അള്ളാഹു തആല സംഭാഷണം അവതരിപ്പിച്ചതായി കാണാൻ കഴിയും. അള്ളാഹു ആദ്യമേ മൂസാ നബി അലൈഹിസ്സലാമിന് ക്ലാസ് കൊടുത്തു. ശത്രു എത്ര വലുതാണെങ്കിലും നിങ്ങൾ അവരെ പോയി സംസാരിക്കുന്ന സംസാരം വളരെ വ്യക്തമായിരിക്കണം. സൂചിപ്പിച്ച് പറയുകയല്ല, തുറന്ന് പറയണം കാര്യങ്ങൾ. ഫഖൂലാ ലഹു ഇന്നാ റസൂല റബ്ബിക്, പോയിട്ട് പറയണം, ഞങ്ങൾ രണ്ടുപേരും നിന്റെ നാഥൻ പറഞ്ഞയച്ച റസൂലാണ്. നിനക്കൊരു നാഥനുണ്ട്, ഒരു റബ്ബുണ്ട്. ആ റബ്ബ് ലോകത്തിന്റെ റബ്ബാണ്. ആ റബ്ബ് ഞങ്ങളെ നിന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചതാണ്. വഖാല മൂസ യാ ഫിർഔനു ഇന്നി റസൂലുൻ മിർ റബ്ബിൽ ആലമീൻ. സൂറ അറാഫിൽ അല്ലാഹ് പറഞ്ഞത് അങ്ങനെയാണ്. മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഫിർഔനെ, ഞാൻ ആരാണെന്നറിയോ? ഈ ലോകത്തിന്റെ റബ്ബുണ്ട്, ആ റബ്ബിന്റെ റസൂല നിന്റെ അടുത്തേക്ക് വന്നതാണ് നിന്നോട് പറയാൻ. അതുകൊണ്ട് ഫഅർസിൽ മഅനാ ബനി ഇസ്രായീൽ, ഈ ഇസ്രായേൽ സമൂഹത്തെ ഞങ്ങളുടെ കൂടെ വിട്ടുതരണം. വലാ തുഅദ്ദിബുഹും, നീ അവരെ ശിക്ഷിക്കരുത്, നീ അവരെ പീഡിപ്പിക്കരുത്. നീ കുറച്ചു കാലമായി ഇവരെ ശിക്ഷിക്കുന്നു, ഇനി അത് അവസാനിപ്പിക്കണം. രണ്ട് പ്രധാന സംഗതികളാണ് മൂസ അലൈഹിസ്സലാം പറഞ്ഞത്. ഒന്ന് തൗഹീദാണ്. നിനക്ക് മീതെ നിന്നെ ഉണ്ടാക്കിയ റബ്ബുണ്ട്, നീ വെറും പ്രജ മാത്രമാണ്. ആ റബ്ബുൽ ആലമീൻ പറഞ്ഞയച്ച ദൂതനാണ് ഞാൻ. അതോടൊപ്പം തന്നെ തൗഹീദിനോടൊപ്പം തന്നെ ഈ ഇസ്രായേല്യരുടെ മോചനം, ഇത് രണ്ടുമാണ് മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. അല്ലാതെ അവന്റെ ഭരണമൊഴിയണമെന്നോ അവനിക്ക് അല്ലാഹു നൽകിയ നിഅമത്തുകളെല്ലാം മൂസാ നബി അലൈഹിസ്സലാമിന് വേണമെന്നോ ഇതൊന്നും മൂസാ നബി അലൈഹിസ്സലാം ആവശ്യപ്പെട്ടിട്ടില്ല. ഇബാദത്തിൽ പങ്കുചേർക്കാൻ പാടില്ല അല്ലാഹുവിനെ. അതുപോലെ തന്നെ ഒരു വിഭാഗം ആളുകളെ
പീഡിപ്പിച്ച് ശിക്ഷിച്ച് ആ രൂപത്തിൽ ഭരിക്കാനും പാടില്ല. ചോദ്യം ചെയ്യപ്പെടാനാകാത്ത ആളാണ് എന്ന് അഹങ്കരിക്കരുത്. നിനക്ക് മീതെ ഒരു റബ്ബുണ്ട് എന്ന കാര്യം നീ വിശ്വസിക്കണം. ഏത് ശിക്ഷയും മടിയില്ലാതെ നടപ്പാക്കുന്ന ആളായി പോകരുത്. ആൺകുട്ടികളെ ക്രൂരമായി കൊല്ലുക, പെൺകുട്ടികളെ ജീവിക്കാൻ അനുവദിക്കുക, എന്നിട്ട് ഇസ്രായേലി പെൺകുട്ടികളെ ഏത് രൂപത്തിലാണോ ഫിർഔൻ ഉദ്ദേശിക്കുന്നത് ആ രൂപത്തിൽ അവരെ കൈകാര്യം ചെയ്യുക. അതായിരുന്നു ഫിർഔനിന്റെ ഭരണം. ചരിത്രത്തിൽ കാണാം, ഫിർഔൻ കയറിപ്പോകുന്ന കൊട്ടാരത്തിന്റെ മുകളിലേക്ക് കയറിപ്പോകുന്ന കോണിപ്പടികളിൽ സമപ്രായക്കാരായ വളർന്നു വരുന്ന പെൺകുട്ടികളെ അർദ്ധദഗ്നകളാക്കി നിർത്തിയിട്ട് അവരുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ പിടിച്ച് കോണി കയറിപ്പോകുന്ന ക്രൂരനായ ഒരു ഭരണാധികാരി ആ ഭരണാധികാരിയോട് പറയുകയാണ്, പാടില്ല, നീ ആളുകളെ ശിക്ഷിക്കരുത്, ഇസ്രായേലിനെ വിട്ടുതരണം. ഇതിന് വെറുമൊരു സംസാരം പോരാ, തെളിവുകൾ ഹാജരാക്കണം. തെളിവുകൾ ഹാജരാക്കിക്കൊണ്ട് മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിനോട് സംസാരിക്കുകയാണ്. എന്ന് പറഞ്ഞത് അതാണ്. വടി നിലത്തിട്ടപ്പോ അത് പാമ്പായി മാറിയത്. അങ്ങനെ സംസാരം തുടങ്ങിയപ്പോൾ കള്ളി പൊളിയും എന്ന് ഫിർഔനിനും അവന്റെ അടുത്തുള്ള പ്രധാനികൾക്കും മനസ്സിലായി. അപ്പൊ പിന്നെന്താ ചെയ്യേണ്ടത്? വിഷയം മാറ്റണം. വിഷയം മാറ്റി രാജ്യസ്നേഹം പ്രകടിപ്പിച്ച് മൂസ അലൈഹിസ്സലാമിനെയും ഹാറൂനിനെയും ഒറ്റപ്പെടുത്തണം. അതുകൊണ്ട് തന്നെ അവര് വിഷയം മാറ്റാൻ തുടങ്ങി. ഖാലൽ മലഉ, പ്രധാനികൾ പറഞ്ഞു, മിൻ ഖൗമി ഫിർഔൻ, ഫിർഔനിന്റെ ജനതയുടെ കൂട്ടത്തിലെ പ്രധാനികൾ പറഞ്ഞു, ഇന്ന ഹാദാ ലസാഹിറുൻ അലീം, ഇവൻ നല്ലോണം പഠിച്ച ഒരു ജാലവിദ്യക്കാരനാണ്. ഇവൻ എവിടെയോ പോയി നല്ലോണം മാരണം പഠിച്ചിട്ട് ഇതാ വടി നിലത്തിട്ടപ്പോ പാമ്പാവുകയാണ്. ആ രൂപത്തിൽ ജാലവിദ്യയൊക്കെ പഠിച്ച് വന്ന ആളാണ്. യുരീദു അൻ യുഖ്രിജകും മിൻ അർളികും, നിങ്ങളുടെ നാട്ടിൽ നിന്ന് നിങ്ങളെ പുറത്താക്കണം എന്നതാണ് ഇവന്റെ വിചാരം. ഫമാദാ തഅ്മുറൂൻ, നിങ്ങൾ എന്താണ് കൽപ്പിക്കുന്നത്? രാജ്യസ്നേഹം, ഇത് നമ്മുടെ നാടാ, ഈ നാട്ടിൽ നിന്ന് നമ്മളെ പുറത്താക്കലാണ് മൂസാന്റെ പരിപാടി. മൂസ അലൈഹിസ്സലാം ആ രൂപത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇവിടുന്ന് പോകണമെന്നോ ഈ രൂപത്തിലുള്ള ആവശ്യങ്ങൾ ഒന്നും ഉന്നയിച്ചിട്ടില്ല. വിഷയം മാറ്റുകയാണ്. അതുകൊണ്ട് ഖുർആനിൽ പലയിടങ്ങളിലും അവരുടെ ആ സംസാരം അല്ലാഹു പറയുന്നു. വഖാലു, അവര് പറഞ്ഞു, ഇൻ ഹാദാനി ലസാഹിറാനി യുരീദാനി അൻ യുഖ്രിജാകും മിൻ അർളികും ബിസിഹ്രിഹിമാ, അവരുടെ മാരണം കൊണ്ട് നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കാൻ പുറപ്പെട്ട രണ്ട് മാരണക്കാരാണ് ഈ വന്നിരിക്കുന്നത്. വയദ്ഹബാ ബിത്വരീഖതികുമുൽ മുസ്ലില, നിങ്ങളുടെ ഒരു മാതൃകാ മാർഗമുണ്ട് ഇവിടെ, പാരമ്പര്യമായി തുടർന്നു വരുന്ന ഈ നാടിന്റെ ഒരു മാതൃകാ മാർഗമുണ്ട് ഇവിടെ. ആ മാർഗവുമായി കടന്നു കളയാൻ, അതിന് മാറ്റം വരുത്താൻ ഈ നാട്ടിലേക്ക് വന്ന രണ്ട് മാരണപ്പണിക്കാരാണ് മൂസയും ഹാറൂനും എന്ന് കൊട്ടാരത്തിൽ വെച്ച് പ്രഖ്യാപനം നടക്കുകയാണ്. അപ്പൊ ജനങ്ങളങ്ങ് ഇളക്കി വിടുക. അതോടൊപ്പം തന്നെ ഫിർഔൻ മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞു, മൂസ അലൈഹിസ്സലാമിന് ചെയ്തു കൊടുത്ത ഗുണഗണങ്ങൾ, ചെറുപ്പത്തിൽ വളർത്തിയ കാര്യങ്ങൾ, ഇത് കേട്ട് നിൽക്കുമ്പോൾ മൂസ അലൈഹിസ്സലാം തിരിച്ചു മറുപടി പറയുന്നത്, അള്ളാഹു ഫിർഔനിന് ചെയ്തു കൊടുത്ത, മൂസാക്ക് ചെയ്തു കൊടുത്ത, ജനങ്ങൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങൾ. അങ്ങനെയാണ് പ്രതികരിച്ചത്. ഫിർഔൻ അവൻ ചെയ്തത് പറയുമ്പോ മൂസാ നബി അലൈഹിസ്സലാം പറയുന്നു, അള്ള ചെയ്ത അനുഗ്രഹങ്ങൾ. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ്! ആ അനുഗ്രഹങ്ങൾ ആസ്വദിക്കുക മാത്രമാണ് ഞാനും നീയൊക്കെ ചെയ്യുന്നത് എന്ന ബോധവൽക്കരണമാണ് മൂസാ നബി അലൈഹിസ്സലാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അള്ളാഹുവിനെ നിഷേധിച്ച ധിക്കാരികൾക്കുള്ള പര്യവസാനം, ആ പര്യവസാനത്തെ കുറിച്ചുള്ള താക്കീത് മൂസാ അലൈഹിസ്സലാം പരലോകം പറഞ്ഞുകൊണ്ട് ഫിർഔനിന് നൽകിക്കൊണ്ടേയിരുന്നു. അതുപോലെ ഐഹിക ജീവിതത്തിൽ തന്നെ അള്ളാഹുവിന്റെ ഇടപെടലുകൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങളെ സംബന്ധിച്ച് മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിനെ ബോധവൽക്കരിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെയൊക്കെയാണെങ്കിലും അല്ലാഹു തആല പറഞ്ഞ പരിധി വിട്ട് അവരൊന്നും സംസാരിച്ചില്ല. നിങ്ങൾ പരിധി വിട്ട് പോകരുത്, നല്ലോണം സംസാരിക്കണം. ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിനൻ, മാർദ്ദവമായ സംസാരം. ലഅല്ലഹു യദ്ദക്കറു ഔ യഖ്ശാ, അവനും ഉത്ബുദ്ധനായേക്കാം,
അള്ളാഹുവിനെ ഭയപ്പെട്ട് നന്നായേക്കാം എന്ന പ്രതീക്ഷയോടുകൂടിയുള്ള സംസാരം മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞ് മാന്യത കൈവിടാതെയുള്ള സംസാരം ഇതായിരുന്നു മൂസാ നബി അലൈഹിസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാം ഇവർ രണ്ടുപേരും നിർവഹിച്ചത്. ഏതായാലും ഫിർഔൻ ആശയത്തിലേക്ക് വരാൻ തുടങ്ങി. ആശയം മാറ്റൽ നടക്കില്ല, വിഷയം മാറ്റാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടപ്പോ ഖാല ഫിർഔൻ ചോദിച്ചു, വമാ റബ്ബുൽ ആലമീൻ, എന്താണ് ഈ റബ്ബുൽ ആലമീൻ? ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാനാണ് റബ്ബ്, ഞാനാണ് ഇലാഹ്. ഞാനല്ലാത്ത റബ്ബുൽ ആലമീൻ ലോകരക്ഷിതാവാരാണ്? മൂസാ നബി അലൈഹിസ്സലാമിന് കിട്ടിയ ചാൻസ്. ഫിർഔനിന്റെ ചോദ്യം തന്നെ അറബി വ്യാകരണം അനുസരിച്ച് വല്ലാത്തൊരു ചോദ്യമാണ്. വമൻ റബ്ബുൽ ആലമീൻ എന്നാണ് ചോദിക്കേണ്ടത്. വമൻ റബ്ബുൽ ആലമീൻ, ആരാണ് റബ്ബുൽ ആലമീൻ? പക്ഷെ മൻ എന്നതിന് പകരം ഫിർഔൻ ഉപയോഗിച്ചത് മാ എന്ന പദമാണ്. വമാ റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീൻ എന്താണ്? എന്താണ്, ആരാണ് എന്ന് ചോദിക്കുന്നതും എന്താണ് എന്ന് ചോദിക്കുന്നതും തമ്മിലുള്ള ഒരുപാട് നിസ്സാരവൽക്കരിക്കലുണ്ട്. അള്ളാഹുവിനെ ആരാണ് എന്നല്ല, എന്താണ് നിങ്ങളുടെ ഈ റബ്ബുൽ ആലമീൻ? മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ഖാല റബ്ബുസ് സമാവാതി വൽ അർദ്, അറിയണോ ആകാശങ്ങളുടെ റബ്ബാണ്, ഭൂമിയുടെ റബ്ബാണ്. ഇൻ കുൻതും മൂഖിനീൻ, നിങ്ങൾക്ക് ദൃഢവിശ്വാസമുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കൂ. ഈ ഭൂമി നീ ഉണ്ടാക്കിയതല്ലെന്ന് നിനക്കറിയാമല്ലോ. ഈ ആകാശങ്ങളൊന്നും നീ ഉണ്ടാക്കിയതല്ല, നിയന്ത്രിക്കുന്നതല്ല എന്ന് നിനക്കറിയാമല്ലോ. ഒരു ടാവട്ടത്തിലുള്ള പ്രദേശത്തുള്ള ഭരണാധികാരി, അത് മാത്രമല്ലേ നീ? ആകാശങ്ങളുടെ റബ്ബല്ലല്ലോ നീ, ഭൂമിയുടെ റബ്ബല്ലല്ലോ ഫിർഔൻ നീ. അതുകൊണ്ട് നിങ്ങൾക്ക് ദൃഢവിശ്വാസമുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഇതങ്ങ് പറഞ്ഞപ്പോ ഫിർഔന് മറുപടി പറയാനൊന്നുമില്ല. ഖാല ലിമൻ ഹൗലഹു, ഖുർആൻ പറയാ, പരിസരത്തുള്ള ആളുകളോട് ഫിർഔൻ ചോദിച്ചു, അലാ തസ്തമിഊൻ, നിങ്ങളൊക്കെ ഇവൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? ഇവരെന്തൊക്കെയായി പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഒന്നും അല്ലാതാക്കി കളയാൻ, പരിഹാസ രൂപത്തിൽ തള്ളിക്കളയാനുള്ള ശ്രമമാണ്. പക്ഷെ മൂസാ നബി വിട്ടില്ല. മൂസാ നബി പറഞ്ഞു, ഖാല റബ്ബുക്കും വറബ്ബു ആബായിക്കുമുൽ അവ്വലീൻ, നിങ്ങളുടെ റബ്ബാണ് റബ്ബുൽ ആലമീൻ, നിങ്ങളുടെ പൂർവികരെ സൃഷ്ടിച്ചുണ്ടാക്കിയവനാണ് റബ്ബുൽ ആലമീൻ. നീ പറയുന്നുണ്ടല്ലോ ഞാനാണ് റബ്ബെന്ന്. നീ ഒരു പരിമിതമായ കാലയളവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ മാത്രല്ലേ? നിന്റെ മുൻഗാമികൾ എത്ര ആളുകൾ കഴിഞ്ഞു പോയി, എത്ര തലമുറകൾ ഇവിടെ കഴിഞ്ഞു പോയി. അവർക്കൊക്കെ റബ്ബ് വേണ്ടേ? ആ റബ്ബ്, ഈ ലോകത്തിന്റെ റബ്ബ്, അവനാണ് റബ്ബുൽ ആലമീൻ. ഖാല ഇന്ന റസൂലകുമുല്ലദീ ഉർസില ഇലൈക്കും ലമജ്നൂൻ, ഫിർഔനിന്റെ മറുപടി, നിങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട റസൂലുണ്ടല്ലോ, ഓന് ഭ്രാന്താണെന്ന് തോന്നുന്നു, ഒരു ഭ്രാന്തനാണ് ഈ വന്നത്. ഇങ്ങോട്ട് പറയുന്നതൊക്കെ ഈ രൂപത്തിലുള്ള സംസാരം. മൂസാ നബി അലൈഹിസ്സലാം പറയുന്നതെല്ലാം അള്ളാഹു ഏൽപ്പിച്ചതുപോലെ വളരെ സുന്ദരമായ ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന തൗഹീദിന്റെ വചനങ്ങൾ. ഇങ്ങോട്ടൊന്നും പറയാനില്ല. ഇവന് ശരിക്കും ഭ്രാന്താണെന്നാ തോന്നുന്നത് എന്ന് ഫിർഔൻ പറഞ്ഞു. അപ്പോഴും മൂസാ നബി അലൈഹിസ്സലാം തന്നിലേക്ക് ചുരുങ്ങാതെ, വിഷയം മാറാൻ അനുവദിക്കാതെ വീണ്ടും പറയാണ്, ഖാല റബ്ബുൽ മശ്രിഖി വൽ മഗ്രിബി വമാ ബൈനഹുമാ ഇൻ കുൻതും താഖിലൂൻ, നിങ്ങളൊരൽപ്പം ബുദ്ധി കൊടുക്കുകയാണെങ്കിൽ, ഒന്നാലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഉദയാസ്തമാനങ്ങളുടെ റബ്ബ്, സൂര്യൻ ഉദിപ്പിക്കുകയും അസ്തമിപ്പിക്കുകയും ചെയ്യുന്നവൻ, സൂര്യന്റെ ഉടമ, ഭൂമിയുടെ ഉടമ, അവനാണ് എന്റെ റബ്ബ്, അവനാണ് റബ്ബുൽ ആലമീൻ, അവനാണ് ആരാധ്യൻ. ഒരു വരക്ക് വിടാൻ അനുവദിക്കാത്ത സംസാരം. പിന്നെ ഫിർഔൻ സ്വഭാവം മാറ്റാണ്. ഇത് പിടുത്തപ്പെട്ടു പോയി. ആളുകൾക്ക് കാര്യം മനസ്സിലായി. ജനങ്ങൾ ഒരു ഒഴുക്കം മട്ടിൽ ഇങ്ങനെ പോവുകയായിരുന്നു. ചോദിക്കാനും പറയാനുമുള്ള ധൈര്യം ജനങ്ങൾക്ക് കിട്ടിത്തുടങ്ങി. വിഷയം ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങി. അപ്പൊ പിന്നെ ഫിർഔൻ പറഞ്ഞു, ഖാല ലഇൻ ഇത്തഖത്ത ഇലാഹൻ ഗൈരി, ഞാനല്ലാത്ത ഒരു ഇലാഹിനെ മൂസ നീ സ്വീകരിക്കുകയാണെങ്കിൽ ലഅജ്അലന്നക മിനൽ മസ്ജൂനീൻ, ഞാൻ നിന്നെ പിടിച്ച് ജയിലിലിടും. പിന്നെ കയ്യാൻ കളിയാണ്, പിന്നെ കയ്യൂക്കാണ്. അതാണല്ലോ അത്തരം ആളുകളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാനുള്ളത്. ഏത് ഫറോവമാരും ഇത് തന്നെയല്ലേ ചെയ്യാ. അവർക്ക് ഒതുങ്ങില്ല എന്ന് കാണുമ്പോ
പിടിച്ചിട്ട് ജയിലിലിടുക. കയ്യൂക്കാണ് എന്ന് കണ്ടപ്പോ മയമില്ല, നയമില്ല, ന്യായമില്ല, കയ്യൂക്കാണ്, പിന്തിരിപ്പിക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെ ശരിക്ക് ബോധ്യപ്പെട്ടപ്പോ മൂസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, അവലൗ ജിഅ്തുക ബിശൈഇൻ മുബീൻ, ഞാൻ നിനക്ക് വ്യക്തമായ തെളിവ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലോ ഫിർഔൻ, ഞാൻ രേഖയുമായാണ് വന്നതെങ്കിലോ. ഫിർഔനിന്റെ അടുത്ത രേഖ പറയുന്നത്. ഏത് രേഖ? അള്ളാഹുവിനെ അംഗീകരിക്കാത്തവനോട് ആയത്തോതിയിട്ട് എന്താ കാര്യം? അവന് ബോധ്യപ്പെടുന്ന രേഖ പറയണ്ടേ, അവന് ബോധ്യപ്പെടുന്ന രേഖ കൊണ്ടുവരണ്ടേ. ആ രേഖയാണ് എന്ന് ഫിർഔൻ പറഞ്ഞപ്പോൾ, എങ്കിൽ രേഖ കൊണ്ടുവാ എന്ന് പറഞ്ഞപ്പോൾ, മൂസ നീ പറയുന്നത് സത്യാണെങ്കിൽ നിന്റെ രേഖ കൊണ്ടുവാ എന്ന് പറഞ്ഞപ്പോഴാണ് മൂസാ നബി അലൈഹിസ്സലാം വടി നിലത്തിട്ട് വലിയ സർപ്പായിട്ട്. ഇത് ഫിർഔനിന്റെ നേരെ ഒറ്റ ഓട്ടാണ്. ഇത് കണ്ടപ്പോ ഫിർഔൻ ഇരുന്ന ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് ഓടാൻ പുറപ്പെട്ടു എന്ന് വരെ തഫ്സീറുകളിൽ നമുക്ക് കാണാൻ കഴിയും. അവന്റെ ആളുകളൊക്കെ പേടിച്ച് വിറച്ചു പോയി. അവര് ഇത് ശരിയാണ് എന്ന് ആളുകൾ മനസ്സിലാക്കുമോ എന്ന ഭയവും, എങ്ങനെയുണ്ട് ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ എന്ന ശ്രമവും, ഇത് രണ്ടും ഒന്നിച്ച് അനുഭവപ്പെടുന്ന ഒരു സംഗതിയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിറഔൻ പറഞ്ഞു, ഫലനഅ്തിയന്നക ബിസിഹിരിൻ മിസ്ലിഹി, ഇതുപോലത്തെ മാരണം ഞാനും കൊണ്ടുവരാം മൂസ. ഈ വലിയ തെളിവായിട്ട് കൊണ്ടുവന്നാണല്ലോ ഇത്. അതുകൊണ്ട് ഫജ്അൽ ബൈനനാ വ ബൈനക മൗഇദ, നമുക്ക് വാദപ്രതിവാദത്തിന് ഒരു ഡേറ്റ് തീരുമാനിക്കാം, ഒരു ദിവസം തീരുമാനിക്കാം. എന്നിട്ട് നീയും അവതരിപ്പിക്കുക, അതുപോലെ ഞങ്ങളുടേത് ഞങ്ങളും അവതരിപ്പിക്കുക. ലാ നുഖ്ലിഫുഹു നഹ്നു വലാ അൻത, നീയോ ഞങ്ങളോ ഒന്നും തന്നെ ആ വാക്തത്വ ദിവസം ലംഘിക്കാൻ പാടില്ല. എവിടെ വെച്ചാകണം? മക്കാനൻ സുവാ, നമുക്ക് രണ്ടു പേർക്കും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വെച്ചായിരിക്കണം. ഇപ്പിത് നടക്കുന്നത് കൊട്ടാരത്തിൽ വെച്ചല്ലേ, നിനക്ക് കൂടി ഒരു സൗകര്യമുള്ള സ്ഥലത്ത് വെച്ച് നമുക്ക് വീണ്ടും ഒരു തവണ കാണാം, അതിന് നീ തയ്യാറാകണം എന്ന് മൂസ അലൈഹിസ്സലാമിനോട് പറഞ്ഞപ്പോ മൂസാ നബി അലൈഹിസ്സലാമിനും വേണ്ടത് അത് തന്നെയാണ്. മൂസ അലൈഹിസ്സലാം അവർക്ക് ഡേറ്റ് പറഞ്ഞു കൊടുക്കുക. പാല മൂസ അലൈഹിസ്സലാം പറഞ്ഞു, മൗഇദുക്കും, എന്നാൽ നിങ്ങളുടെ വാദപ്രതിവാദത്തിന്റെ തീയതി യൗമസ്സീന, നമ്മുടെ ആഘോഷ ദിവസമുണ്ടല്ലോ, ഇവിടെ എല്ലാ ആളുകളും വരുന്ന ഒരു ചന്തയുണ്ടവിടെ, അന്നത്തെ ദിവസം തന്നെയാകട്ടെ. പ്രഭാതത്തിൽ തന്നെ ലുഹാ സമയത്ത് തന്നെ ആളുകളെ മുഴുവനും ഈ വാദപ്രതിവാദത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടണമെന്ന നിബന്ധനയോടുകൂടെ നമുക്ക് ആ ദിവസത്തേക്ക് വെക്കാം. അന്നത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് അവസാനം ഈ പറഞ്ഞ ഒരു പരിപാടി അങ്ങനെ പറ്റൂല. ആദ്യം തന്നെ ലുഹാ സമയത്ത് ഇതായിരിക്കണം. എല്ലാവരും അവരുടെ മറ്റു പരിപാടികൾ നിർത്തിവെച്ചിട്ട് എവിടെ വെച്ചാണോ നമ്മുടെ ഈ സംഭവം നടക്കുന്നത് അവിടെ ആളുകൾ മുഴുവനും സംഘടിക്കണം. ആ രൂപത്തിൽ നമുക്ക് നടത്തിയാലോ എന്ന് മൂസാ നബി അലൈഹിസ്സലാം ചോദിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാമിന് ദഅവത്ത് ചെയ്യാൻ ഏറ്റവും പറ്റിയ ഒരു സമയവും സന്ദർഭവും അതാണ് എന്ന് മനസ്സിലായി. കാരണം അതൊരു പൊതു ഉത്സവ ദിവസമാണ്, ആളുകൾക്ക് ലീവുള്ള ദിവസമാണ്. ലീവ് എടുത്ത് വീട്ടിലിരിക്കുന്ന ദിവസമല്ല, മറിച്ച് ഉത്സവ സ്ഥലത്തേക്ക് വരുന്ന ദിവസമാണ്. അമ്പിയാക്കൾ ആളുകൾ കൂടുന്ന ചന്തകളിൽ പോയി ദഅവത്ത് ചെയ്യാറുണ്ടായിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവ പ്രവർത്തനത്തിന് വേണ്ടി ചന്തകൾ ഉപയോഗപ്പെടുത്തിയിരുന്നു. ഇന്ന് ചന്തകൾ കാണുന്ന സമയത്ത് ഒക്കെ ഹറാമാണ് എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുന്ന മുസ്ലിം സമൂഹം എന്തുകൊണ്ട് പ്രബോധനവുമായി അങ്ങോട്ട് ഇറങ്ങുന്നില്ല എന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. പുസ്തകമേളകൾ സംഘടിപ്പിക്കാൻ പറ്റും, വെറുതെ പുസ്തകങ്ങൾ കൊടുക്കാൻ പറ്റും. ഇത് കെട്ടിപ്പൂട്ടി വെക്കാനുള്ളതല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം. ആളുകൾ എവിടെയൊക്കെ കൂടുന്നുവോ ആ സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ദഅവത്ത് ചെയ്യണമെന്നാണ് അമ്പിയാക്കളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, അതെ ആയിക്കോട്ടെ, നമുക്ക് അവിടെ വെച്ച് അന്ന് കാണാമെന്ന്. ഫിർഔൻ ചില്ലറയൊന്നുമല്ല വേർത്തത്, അവന്റെ എല്ലാ കഴിവുകളും ഉപയോഗപ്പെടുത്തിയിട്ട് ആ ദിവസത്തേക്ക് വേണ്ടിയുള്ള ഒരുക്കമാണ്
അവന്റെ ജീവിതത്തിൽ അന്ന് മുതൽ നടന്നത് എന്ന് ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ അൽഅദീമ ലി വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഊസീകും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കൊട്ടാരത്തിൽ നടന്ന ഈ സംഭവം നാട്ടിൽ പാട്ടായി. ഞങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ആള് വന്നിരിക്കുന്നു എന്ന് ഇസ്രായേലിയർക്ക് തോന്നി തുടങ്ങി. അവരുടെ മോചനത്തിന് വേണ്ടിയാണല്ലോ പ്രബോധനത്തിന്റെ ഒരു വിഷയമായി മൂസ അലൈഹിസ്സലാം പറഞ്ഞത്. കൊട്ടാരത്തുനിന്ന് പുറത്തു വന്നതിന് ശേഷം ഇസ്രായേലിയരൊക്കെ മൂസ അലൈഹിസ്സലാമിന്റെ സംസാരം കേൾക്കാൻ തുടങ്ങി. അങ്ങനെ രഹസ്യ പ്രബോധനം നടത്താനുള്ള സൗകര്യം കിട്ടി മൂസ അലൈഹിസ്സലാമിന്. ആളുകൾക്ക് ചിന്ത മാറി തുടങ്ങുകയാണ്. ഇതിങ്ങനെ അനുഭവിച്ചു കൊടുക്കേണ്ടതല്ല, അനുഭവിച്ചു തീർക്കാനുള്ളതല്ല ജീവിതം എന്നവർക്ക് ബോധ്യപ്പെട്ടു തുടങ്ങി. മറുപുറത്ത് ഫിർഔനോ ഫതവല്ലാ ഫിർഔൻ ഈ വാദപ്രതിവാദത്തിന്റെ ഡേറ്റ് തീരുമാനിച്ച ഈ വ്യവസ്ഥ നടത്തി ആ പരിപാടിയും കഴിഞ്ഞിട്ട് അവന്റെ എല്ലാ തന്ത്രങ്ങളും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഏകീകരിച്ചുകൊണ്ട് ഒരൊറ്റ വരവാണ് നമ്മുടെ ഉത്സവ ദിവസത്തേക്ക്. രാജ്യത്തിനകത്തും പുറത്തുമുള്ള മുഴുവൻ സാഹചര്യങ്ങളെയും മാരണക്കാരെയും എല്ലാം ഒരുമിച്ച് കൂട്ടി വന്നു. പരിപാടി തുടങ്ങുകയാണ്. തുടങ്ങുമ്പോൾ ആമുഖമായി മൂസാ നബിയുടെ ഭാഗത്തു നിന്ന് സംസാരം, ഫിർഔനിന്റെ ഭാഗത്തു നിന്നും സംസാരം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ഭാഗത്തു നിന്നുള്ള സംസാരം ഖുർആൻ അവതരിപ്പിക്കുന്നത് ഖാല ലഹും മൂസ. മൂസ അലൈഹിസ്സലാം അവരോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എന്താ പറഞ്ഞത്? വൈലക്കും ലാ തഫ്തറൂ അലല്ലാഹി കദിബാ. നിങ്ങൾക്ക് എന്ത് പറ്റി? നിങ്ങൾ അല്ലാഹുവിനെതിരെ വ്യാജവാർത്തയുമായി വരരുത്. നിങ്ങൾ ഒരിക്കലും വ്യാജവാർത്തയെ അനുകൂലിക്കരുത്. ഞാൻ അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നാണ് സംസാരിക്കുന്നത്. അങ്ങനെ അള്ളാഹുവിനെതിരിൽ നിങ്ങൾ വല്ല വ്യാജവാർത്തയും കെട്ടിച്ചമച്ചാൽ അള്ളാഹു വല്ല ശിക്ഷയും കൊണ്ട് നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. അങ്ങനെ അള്ളാഹുവിനെതിരിൽ വ്യാജവാർത്ത ചമയുന്നവൻ തീർച്ചയായും പരാജയപ്പെട്ടു പോകും എന്ന് പറഞ്ഞുകൊണ്ട് മൂസ അലൈഹിസ്സലാം അവിടുത്തെ പ്രസംഗം തുടങ്ങിയപ്പോ നമുക്ക് കാണാം തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളില് ആളുകൾ രണ്ട് വിഭാഗമാവുകയാണ്. ഖുർആൻ തന്നെ അവതരിപ്പിക്കുന്നു, ഫതനാസഉ അംറഹും, അവരവരുടെ കാര്യങ്ങളിൽ ഭിന്നിച്ചു, ബൈനഹും അവർക്കിടയിൽ, വഅസറുൻ നജ്വാ, അതുവരെ പറയാൻ മടിച്ചിരുന്ന സ്വകാര്യം പറച്ചിൽ തുടങ്ങി. മൂസ പറയുന്നത് ശരിയല്ലേ? റബ്ബുൽ ആലമീൻ വേറെയല്ലേ? ഈ ഫിർഔൻ പറയുന്നത് വ്യാജമല്ലേ? അവൻ ഈ രൂപത്തിൽ കെട്ടിച്ചമഞ്ഞ് നമ്മളെ അടക്കി ഭരിക്കുകയല്ലേ എന്ന ഒരു മറുശബ്ദം ഉണ്ടാക്കാൻ മൂസാ നബി അലൈഹിസ്സലാമിന് സാധിച്ചു. അത്രയും ഗൗരവമുള്ള പ്രസംഗമായിരുന്നു മൂസാ അലൈഹിസ്സലാം നടത്തിയത് എന്ന് വളരെ വ്യക്തമായി ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു തരികയാണ്. മറുപുറത്ത് ഫിർഔന്റെ ആളുകളോ അവരും പറഞ്ഞു, അവരും പ്രസംഗിച്ചു. അവര് പറഞ്ഞതാ ഇൻഹാദാനിലെ സാഹിറാനി യുരീദാനിയ യുഖ്രിജാകും മിൻ അർളികും ബിസിഹ്രിഹിമാ. രണ്ട് സിഹറന്മാര് വന്നിട്ടുണ്ട്, മാരണക്കാർ. അവർ നിങ്ങളെ പുറത്താക്കാനുള്ള ശ്രമമാണ്. അവര് മാരണക്കാരാണ്. നിങ്ങളുടെ മാർഗം അതും കൊണ്ട് പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാജ്യസ്നേഹവും മറ്റും പറഞ്ഞ് ഇവര് വ്യാജന്മാരാണ് എന്ന് സമർത്ഥിക്കാനുള്ള ശ്രമമല്ലാതെ, തന്ത്രമല്ലാതെ മറ്റൊന്നും അവർക്ക് പറയാനുണ്ടായിരുന്നില്ല. എന്നിട്ട് ഫിർഔൻ പറയുകയാണ്, നിങ്ങളുടെ എല്ലാവിധ തന്ത്രങ്ങളും നിങ്ങളൊന്ന് ഏകീകരിക്കണം. ഇവരെ പുറത്താക്കാൻ
അവിടെ വന്ന ഫിർഔൻ ഒരുമിച്ച് കൂട്ടിയ സിഹറന്മാരോട്, മാരണക്കാരോട് ഫിർഔൻ പറയുകയാണ്, നിങ്ങളുടെ എല്ലാവിധ തന്ത്രങ്ങളും എല്ലാവിധ കഴിവുകളും നിങ്ങളൊന്ന് ഏകീകരിക്കണം. പിന്നെ ഒരൊറ്റക്കെട്ടായി, ഒരൊറ്റ അണിയായി, ഒരൊറ്റ മുന്നേറ്റമായിരിക്കണം. അങ്ങനെ ഇവരെ പരാജയപ്പെടുത്തണം. ആരാണോ ഇന്ന് മികവ് തെളിയിക്കുന്നത് അവരാണ് വിജയിക്കുക. ഇന്നത്തെ മികവാണ് വിജയം. ഇന്ന് അവരെങ്ങാനും ജയിച്ചാൽ അവര് ഈ സമൂഹത്തെ കൊണ്ടുപോയി കളയും, നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഇനി നിങ്ങളാണ് ഇന്ന് ജയിക്കുന്നതെങ്കിൽ എല്ലാവിധ സമ്മാനങ്ങളും നൽകിയിട്ട് നമുക്കതൊന്ന് ആഘോഷിച്ചു കളയാം. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവിധ കഴിവുകളും ഒന്നിച്ചുപയോഗപ്പെടുത്തി ഒറ്റ അണിയായി ഒരുമിച്ച് നിന്ന് വേണം നിങ്ങൾ മുന്നേറാൻ എന്നവരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഫിർഔൻ. അങ്ങനെ ഇരുഭാഗത്തും അതിശക്തമായ തയ്യാറെടുപ്പോടുകൂടി ഇതാ മൂസ അലൈഹിസ്സലാമും ഫിർഔനും തമ്മിലുള്ള ആ വാദപ്രതിവാദത്തിന് കളമൊരുങ്ങുകയാണ്. ഈ രൂപത്തിൽ വളരെ ശക്തമായ പ്രവർത്തനം നടത്തിയവരാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കൾ. അതുകൊണ്ട് തന്നെയാണ് അവരെ ഓർമ്മിക്കാൻ, അവരുടെ ചരിത്രം പഠിക്കാൻ, അത് ദഅ്വാ രംഗത്ത് പ്രചോദനമാകാൻ നമ്മോട് അല്ലാഹു തആല ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ജീവിതം ദഅവത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കാൻ, തൗഹീദിന് വേണ്ടി ശബ്ദിക്കാൻ, അതിനു വേണ്ടി പ്രവർത്തിക്കാൻ, അതിലൂടെ തന്നെ മരണപ്പെട്ടു പോകാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുവേ, തൗഹീദിന് മായം ചേർക്കാതെ വളരെ കൃത്യമായി അത് അംഗീകരിച്ച് ഉൾക്കൊണ്ട് അതനുസരിച്ച് പ്രവർത്തിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുവഹ്ഹിദുകളായി ഞങ്ങളെ അംഗീകരിക്കണേ റഹ്മാനെ. അമ്പിയാക്കൾ പ്രബോധനം ചെയ്ത തൗഹീദിന്റെ വാക്താക്കളായി ജീവിച്ച് മരണപ്പെട്ട് അമ്പിയാക്കളോടൊപ്പം മഹ്ശറയിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, എല്ലാവിധ അപാകതകളും പുറത്ത് മാപ്പാക്കി തരണേ റഹ്മാനെ. നിരവധി രോഗികൾ ദുആ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. രോഗശമനം നൽകണേ റഹ്മാനെ. ഹോസ്പിറ്റലിൽ കഴിയുന്നവരുണ്ട്, രോഗശമനം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കുടുംബത്തോടൊപ്പം ജീവിക്കാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. പ്രായമായ മാതാപിതാക്കളുണ്ട്, ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവസാനം ഈമാനോട് കൂടി മരണപ്പെട്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഒരു കാരണവശാലും നരകത്തിലാക്കല്ല റഹ്മാനെ. നരകത്തിലാകാൻ നിമിത്തമാകുന്ന വല്ലതുമുണ്ടെങ്കിൽ തിരിച്ചറിഞ്ഞ് തിരുത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. നിന്റെ മഹദ് ഫളൽ കൊണ്ട് സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഖബർ ശിക്ഷയിൽ നിന്ന് കാത്തു രക്ഷിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.